ഹായ് ഓൾ. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ മന്ത്ലി സി എസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ജനുവരിയിലെ ആ ഒരു പ്രധാനപ്പെട്ട 2024 ജനുവരിയിലെ പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സൊക്കെ നമ്മൾ 2 പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. സോ സിസ്റ്റമാറ്റിക് എന്താണെന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ പഠിക്കുന്ന രീതി എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ അതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ കറണ്ട് അഫയേഴ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. സോ ആദ്യം നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു 2024 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കാം. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തിയത് പോലീസ് സ്റ്റേഷനാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ, മലപ്പുറം ജില്ല. അടുത്തത്, സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? ഏതാണ്? സിവിൽ ജഡ്ജി എന്നാണ് കേട്ടോ. സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? ഏതാണ്? സിവിൽ ജഡ്ജി എന്ന് പറയുന്ന പേരിലാണ് ഇനി അറിയപ്പെടുക. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഏത് ബീച്ചിനാണ് ലഭിച്ചത്? കാപ്പാട് ബീച്ച്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിനാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. കോഴിക്കോട് ജില്ലയിലുള്ള ബീച്ചാണ് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 2024 ജനുവരി ഫ്രാൻസിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലിജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതിബായിക്കാണ്. തിരുവിതാംകൂർ ഫാമിലി മെമ്പറായിട്ടുള്ള പൂയം തിരുനാൾ ഗൗരി പാർവതിബായിക്കാണ് 2024 ജനുവരി ഫ്രാൻസിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നൈറ്റ് ഓഫ് ദി ലിജിയൻ ഓഫ് ഓണർ. ഓക്കെ, ഫ്രാൻസിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ഓണറാണ് നൈറ്റ് ഓഫ് ദി ലിജിയൻ ഓഫ് ഓണർ എന്ന് പറയുന്നത്. അത് ലഭിച്ച വ്യക്തിയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതിബായി എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് മാറുന്നത് കാസർഗോഡാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് മാറുന്നത് കാസർഗോഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായിട്ട് മാറുന്നത് കാസർഗോഡ് ജില്ലയാണ്. ഇനി ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിന്റ് ആണ്. അപ്പോൾ ഹൈക്കോടതി സമുച്ചയം ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി വരുന്ന സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്ന നഗരമാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്നത്. ഇനി ചരിത്രത്തിൽ ആദ്യമായി 2024-25 സംസ്ഥാന ബജറ്റിനോടൊപ്പം 59 പേജുള്ള പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അവിടെ 2 പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒന്നെന്താണ്? ആദ്യമായിട്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഇത്, കേരളം. ഏത് വർഷമാണ്? 2024-25. ആ 2 ഫോക്കസ് പോയിന്റ് നോക്കുക. ചരിത്രത്തിൽ ആദ്യമായിട്ട് 2024-25 സംസ്ഥാന ബജറ്റിനോടൊപ്പം 59 പേജുള്ള പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണിത്, കേരളം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം നേടിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് പാപനാശം ബീച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബീച്ച് പറഞ്ഞിരുന്നു, ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. അത് ഡെൻമാർക്കിന്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച്. ഇവിടെ എന്താണ്? ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള 100 ബീച്ചുകളിൽ ഇടം നേടിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് പാപനാശം ബീച്ച്, വർക്കല. അവിടെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചാണ്, അതിനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. നെക്സ്റ്റ്, വികസന പദ്ധതികളുടെ ആസൂത്രണ നിർവഹണ ഘട്ടങ്ങളിൽ പാരിസ്ഥിതിക വെല്ലുവിളികളിൽ സജീവ പരിഗണന ലഭിക്കാൻ പ്രത്യേക പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്. 2024-25 സംസ്ഥാന ബജറ്റിനോടൊപ്പമാണ് 59 പേജുള്ള പാരിസ്ഥിതിക ബജറ്റ് അവതരിപ്പിച്ചത്.
ഓക്കെ ആണല്ലോ. ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ് ആണ് ഇത് കേരളം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലോകസഭയിലെ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള 2023 ലോക്മത് പുരസ്കാരം. ഇത് PYQ ആണ്. ലോക്മത് പുരസ്കാരം, ലോകസഭയിലെ മികച്ച പ്രകടനത്തിനുള്ള 2023 ലോക്മത് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കോൺഗ്രസ് MP ആയിട്ടുള്ള ശശി തരൂർ. ലോകസഭയിലെ മികച്ച പ്രകടനത്തിനുള്ള 2023 ലോക്മത് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ശശി തരൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ സ്ക്വയർ, കാലിക്കറ്റ്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ സ്ക്വയർ, കാലിക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നത് നവംബർ 1, അതായത് 2024 നവംബർ 1 ഓൾറെഡി കഴിഞ്ഞ് പോയി. അപ്പോൾ അന്നാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിട്ട് ആരെ പ്രഖ്യാപിക്കുന്നത്? കേരളത്തെ പ്രഖ്യാപിക്കുന്നത്. ഡേറ്റ് മറക്കണ്ട, 2024 നവംബർ 1 കേരള പിറവി ദിനത്തിൽ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് കാസർഗോഡ് മാറുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ ജില്ലയായിട്ട് കാസർഗോഡ് ജില്ല മാറുന്നുണ്ട്. അതുപോലെ നവംബർ 1, 2024 സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്താണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം എന്ന് പറയുന്നത്. ഇനി കേരള സീനിയർ സിറ്റിസൺ ബിൽ 2024 ശുപാർശ പ്രകാരം മുതിർന്ന പൗരന്മാരെ നോക്കാത്ത മക്കൾക്കും അവകാശിയായ ബന്ധുക്കൾക്കുമുള്ള ശിക്ഷ എന്താണ്? 6 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. കേരള സീനിയർ സിറ്റിസൺ ബിൽ 2024 ശുപാർശ പ്രകാരം മുതിർന്ന പൗരന്മാരെ നോക്കാത്ത മക്കൾക്കും അവകാശിയായ ബന്ധുക്കൾക്കുമുള്ള ശിക്ഷയാണ് 6 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. നെക്സ്റ്റ്, ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകാൻ ഒരുങ്ങുന്ന ഏതാണ്? സിയാലാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകാൻ ഒരുങ്ങുന്നത്. ഏതാണ്? കൊച്ചിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകാൻ ഒരുങ്ങുന്ന ആ ഒരു വിമാനത്താവളമാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്, സിയാൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി സ്വരാജ് ട്രോഫി, നമ്മുടെ സംസ്ഥാന സർക്കാർ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി 2024 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് മാറിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. സ്വരാജ് ട്രോഫി 2024 മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് മാറിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 3 ആൾക്കാരുണ്ട്. ഒന്ന് നീലേശ്വരം, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, പിന്നെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കമാണ്. ഇനി മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ, കാസർഗോഡ്. ഓക്കെ, മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 2024 പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പയാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ് മികച്ച മുനിസിപ്പാലിറ്റി. മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്തും മികച്ച കോർപ്പറേഷനും തിരുവനന്തപുരമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം, അതുപോലെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം. മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ, കാസർഗോഡ്. മികച്ച മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ. മികച്ച കോർപ്പറേഷൻ എഗെയിൻ തിരുവനന്തപുരം. കൃത്യമായിട്ട് പഠിക്കുക. സ്വരാജ് ട്രോഫിയൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, പലപ്പോഴായിട്ട് ചോദിച്ച ചോദ്യമാണ്. കൃത്യമായിട്ട് ഓരോ സ്ഥലവും കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത് റെക്കോർഡ് നേടിയ കേരള നിയമസഭയാണ് 15ാം കേരള നിയമസഭ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത് റെക്കോർഡ് നേടിയ കേരള നിയമസഭയാണ് 15ാം കേരള നിയമസഭ. ഇനി ഇന്ത്യയിലെ ആദ്യ AI അധ്യാപികയാണ് ആര്? ഐറിസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ AI അധ്യാപികയുടെ പേരാണ് ഐറിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ്? കൊട്ടാരക്കരയാണ്.
കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഏതാണ്? കൊട്ടാരക്കരയാണ്. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കര. അപ്പോൾ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത് റെക്കോർഡ് നേടിയത് കേരള നിയമസഭയാണ്. ഇന്ത്യയിലെ ആദ്യ AI അധ്യാപിക ഐറിസ് ആണ്. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കരയാണ്. ഓക്കെ, ഇനി കേരളത്തിലെ പച്ചത്തുരുത്തുകൾ പുനരുജ്ജീവിപ്പിക്കാൻ ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ നിർമ്മിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ പച്ചത്തുരുത്തുകൾ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ നിർമ്മിക്കപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്, കുറവ് വയനാടാണ്. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരത നേടിയ മണ്ഡലമാണ് തളിപ്പറമ്പ്, കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരത നേടിയ മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ജില്ല എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ്. ഇവിടെ എന്താണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരത നേടിയ ആദ്യ മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം. സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി നടന്ന ഹോസ്പിറ്റൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് കൊണ്ടുവന്നതും ആദ്യ റോബോട്ടിക് സർജറി നടന്നത്, അതായത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് നിലവിൽ വന്നതും ആദ്യ സർജറി നടന്നതും ഒരേ ഹോസ്പിറ്റലിലാണ്, തിരുവനന്തപുരം RCC. ഓക്കെ ആണല്ലോ. സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി നടന്ന ഹോസ്പിറ്റലാണ് തിരുവനന്തപുരം RCC എന്ന് പറയുന്നത്. കാഴ്ച നഷ്ടപ്പെടാതെ കണ്ണിലെ ക്യാൻസർ ചികിത്സ വിജയകരമായി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 4ാമത്തെയും സർക്കാർ ആശുപത്രിയാണ് മലബാർ ക്യാൻസർ സെന്റർ. കാഴ്ച നഷ്ടപ്പെടാതെ കണ്ണിലെ ക്യാൻസർ ചികിത്സ വിജയകരമായി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 4ാമത്തെയും സർക്കാർ ആശുപത്രിയാണ് മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്നത്. അതുപോലെ കാസർഗോഡിലെ കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്ന ആരുടെ പേരിലാണ്? ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ജസ്റ്റിസ് M ഫാത്തിമ ബിയുടെ ഓർമ്മക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്? ഇപ്പോൾ 2023 നവംബർ മാസം അന്തരിച്ച ജസ്റ്റിസ് M ഫാത്തിമ ബിയുടെ ഓർമ്മക്കായിട്ട് എവിടെയാണ്, ഏത് ജില്ലാ കോടതിയിലാണ് ലൈബ്രറി കോർണർ വരുന്നത്? പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ്. പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് ജസ്റ്റിസ് M ഫാത്തിമ ബിയുടെ പേരിൽ ലൈബ്രറി കോർണർ വരുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യ കോൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചതാണ്? നന്ദിയോട് പഞ്ചായത്താണ്. ഇതൊരു സ്കീമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ കോൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്താണ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലയാണ് വയനാട്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയായിട്ട് ആര് മാറുന്നുണ്ട്? നമ്മുടെ വയനാട് ജില്ല മാറുന്നുണ്ട്. അപ്പോൾ കോൺ ഗ്രാമം പദ്ധതി നന്ദിയോട് പഞ്ചായത്ത് തിരുവനന്തപുരം, ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല MG ആണ്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലയാണ് വയനാട്. ഇനി കേരള ലോകായുക്ത ബില്ലിനെ കുറിച്ചാണ്. അതിൽ കുറച്ച് ഭേദഗതികൾ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. കേരള ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ച ദിവസമാണ് 2024 ഫെബ്രുവരി 28. ഡേറ്റ് ഓർത്തു വെക്കുക. 2024 ഫെബ്രുവരി 28 കേരള ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അപ്പോൾ അതിൽ ഭേദഗതി ചെയ്ത വകുപ്പുകളാണ് 12, 14 വകുപ്പുകൾ ഭേദഗതി ചെയ്തു. ഇനി പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആണ്. മുഖ്യമന്ത്രിക്കെതിരായ ലോകായുക്ത വിധിയുണ്ടായാൽ ഗവർണറല്ല നിയമസഭയായിരിക്കും ഇനി മുതൽ അപ്പൈലേറ്റ് അതോറിറ്റി. മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിയും MLA-മാർക്കെതിരെയാണെങ്കിൽ സ്പീക്കറുമായിരിക്കും അപ്പൈലേറ്റ് അതോറിറ്റി. അപ്പോൾ കേരള ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2024 ഫെബ്രുവരി 28. 12, 14 വകുപ്പുകൾ ഭേദഗതി ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി ഉണ്ടായാൽ ഗവർണറല്ല മറിച്ച് നിയമസഭയായിരിക്കും അപ്പൈലേറ്റ് അതോറിറ്റി. മന്ത്രിമാരാണെങ്കിൽ മുഖ്യമന്ത്രിയും MLA-മാരാണെങ്കിൽ സ്പീക്കറുമായിരിക്കും അപ്പൈലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലോകായുക്ത ബില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷയ്ക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇനി പ്രതീക്ഷിക്കാം. ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2024 ഫെബ്രുവരി മാസത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അതിൽ ആദ്യം തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്
16ാമത് ഫിനാൻസ് കമ്മീഷനിൽ അംഗമായി നിയമിതയായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. അതിന് ചെയർമാൻ ഒരുപാട് തവണ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? അരവിന്ദ് പനഗരിയാണ് അല്ലെ. അരവിന്ദ് പനഗരിയാണ് 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ, അരവിന്ദ് പനഗരിയ. സോ അതിൽ നിയമിതയായിട്ടുള്ള മലയാളിയാണ് ആനി ജോർജ് മാത്യു എന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇതിൽ 16, അത് ഫെബ്രുവരി പ്രകാരമായിരുന്നു 16, നിലവിൽ 18 എണ്ണം ഉണ്ട് കേട്ടോ. നിലവിൽ 18 എണ്ണമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റിലുള്ള സംസ്ഥാനമായിട്ട് ആര് മാറുന്നുണ്ട്? തമിഴ്നാട് മാറുന്നുണ്ട്, 18 എണ്ണം. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം എവിടെയാണ്? നവി മുംബൈയിലാണ് വരുന്നത്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം എവിടെയാണ് വരുന്നത്? നവി മുംബൈയിലാണ് വരുന്നത് കേട്ടോ. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം എവിടെ വരുന്നത്? നവി മുംബൈയിലാണ് വരുന്നത്. പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം, ഇതും ഞാൻ പറഞ്ഞ പോലെ 2024 ഫെബ്രുവരി പ്രകാരമുള്ള കണക്കാണ്. ഇപ്പോൾ ഏകദേശം 85ഓളം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഓരോ മന്തിലെയും വെച്ച് നോക്കുക, അങ്ങനെ പഠിക്കുന്നതാവും നല്ലത്. അല്ലാതെ ജനറലായിട്ട് ചോദ്യം വന്നാൽ അത് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. സോ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകൾ അല്ലെ, റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80 ആണ്. നിലവിൽ എത്രയുണ്ട്? 85ഓളം ഉണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. 2024 വജ്ര ജൂബിലി അഥവാ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 2024 വജ്ര ജൂബിലി അഥവാ 75ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. രാജ്യത്ത് ആദ്യമായി ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന IIT ആണ് IIT മദ്രാസ് എന്ന് പറയുന്നത് കേട്ടോ. രാജ്യത്ത് ആദ്യമായിട്ട് ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന IIT ആണ് IIT മദ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി. അതുപോലെ തന്നെ 2024 5 പേർക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ആരാണ്? LK അദ്വാനിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ്. സോ ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് ആര് മാറുന്നുണ്ട്? രാജസ്ഥാൻ മാറുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് ആര് മാറുന്നുണ്ട്? രാജസ്ഥാൻ മാറുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. നിലവിൽ ജീവിച്ചിരിക്കുന്ന 5 പേർക്കാണ് ഈ വർഷം ഭാരതരത്നം ലഭിച്ചത്. അതിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് LK അദ്വാനി. 2024 ഫെബ്രുവരിയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച പൊതുപരീക്ഷാ ബിൽ പ്രകാരം മത്സര പരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെ ജയിൽ ശിക്ഷയും 1 കോടി രൂപ വരെ പിഴയും. ഈ ബില്ല് അവതരിപ്പിച്ച വ്യക്തിയാണ് ജിതേന്ദ്ര സിംഗ്. ഓക്കെ, അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. പൊതുപരീക്ഷാ ബില്ലായിരുന്നു. അത് പ്രകാരം ഈ മത്സര പരീക്ഷകളിൽ, കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ക്രമക്കേട് നടത്തുന്നവർക്കുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും ജയിൽ ശിക്ഷയും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ്. ഈ ഒരു ബില്ല് അവതരിപ്പിച്ച വ്യക്തിയാണ് ജിതേന്ദ്ര സിംഗ്. സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷ് ചുരുക്കെഴുത്ത് TS എന്നതിന് പകരം TG ആക്കിയ സംസ്ഥാനമാണിത്, തെലങ്കാന. ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് നിലവിൽ വന്ന സംസ്ഥാനമായുള്ള തെലങ്കാനയാണ്. സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷ് ചുരുക്കെഴുത്ത് TS എന്നത് മാറ്റി TG ആക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന നാമത്തിന്റെ ചുരുക്കപ്പേര് എന്താണ്? TS മാറ്റി എന്താക്കിയിട്ടുണ്ട്? TG ആക്കി മാറ്റിയിട്ടുണ്ട്. ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണിത്, ഉത്തരാഖണ്ഡ് നിയമസഭ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ നിയമസഭയായിട്ട് മാറിയത് ഏതാണ്? ഉത്തരാഖണ്ഡ് നിയമസഭയാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി എന്ന് പണ്ടത്തെ എഴുത്തുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഇതാണ്. സോ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരമാണ് ഹൈദരാബാദ്. സലാർ ജംഗി മ്യൂസിയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരമാണ് ഹൈദരാബാദ്. ആ ഒരു സലാർ ജംഗി മ്യൂസിയം എന്നാണ് അതിന്റെ പേര്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികതാവളമാണ് INS ജഡായു. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന ഏറ്റവും പുതിയ വിമാനത്താവളമാണ് INS ജഡായു. ചിലപ്പോൾ ചോദിക്കാം INS ജഡായു എവിടെയാണ് നിലവിൽ വരുന്നത്? എവിടെയാണ്? ലക്ഷദ്വീപിലെ മിനിക്കോയിൽ. ഏത് പദ്ധതിയാണ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആർട്ടിക്കിൾ 19A ലംഘനമാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആരോപിച്ചത്? ഏതാണ്? ഇലക്ട്രൽ ബോണ്ടാണ്.
ഓക്കെ, ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്ന ഏക ബാങ്ക് ആയിരുന്നു SBI. സോ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള ആ ഒരു അധികാരമാണ് ആർട്ടിക്കിൾ 19A പ്രകാരം ലംഘനമാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ആരോപിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരു ബാങ്ക് ആയിരുന്നു SBI. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയം നടപടി എന്നിവ പ്രമേയം പാസാക്കിയത് സംസ്ഥാനമാണിത് തമിഴ്നാട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയം നടപടി എന്നിവ പ്രമേയം പാസാക്കിയത് സ്റ്റേറ്റ് ആണ് ഇത് തമിഴ്നാട്. ഇന്ത്യയിലെ പ്രഥമ ഫ്രഞ്ച് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ പ്രഥമ ഫ്രഞ്ച് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് പുതുക്കിയ സമ്മാന തുക 15 ലക്ഷം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് പുതുക്കിയ സമ്മാന തുക 15 ലക്ഷം. ഇനി വാതാവൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അതായത് വാതാവൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ 3ാമത്തെ മേജർ പോർട്ടായിരിക്കും. ഓൾറെഡി ജവഹർലാൽ നെഹ്റുവും പിന്നെ നവശേവയുണ്ട്. അപ്പോൾ വാതാവൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇത് വരുന്നതോട് കൂടിയിട്ട് മഹാരാഷ്ട്രയിലെ ആകെ ഈ പറയുന്ന മേജർ പോർട്ട്, പ്രധാന തുറമുഖങ്ങളുടെ എണ്ണം എത്രയായിട്ട് മാറും? 3ആയിട്ട് മാറും. ഇനി 2024 ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമായ ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക്, അതിന്റെ മറ്റൊരു പേരാണ് T50. ഓക്കെ, അതായത് 2024 ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണിത് ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക്. T15 എന്നും പേരുണ്ട്. ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള, ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ്. ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇന്ത്യ. ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇത് ഇന്ത്യ. ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇത് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലത്തിന്റെ പേരെന്നാണ്? സുദർശൻ സേതു ആണ്. ഓഖാ ബേത്ത് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നും പേരുണ്ട്. ഇത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലത്തിന്റെ പേരെന്താണ്? സുദർശൻ സേതു ആണ്. ഇതിന് മറ്റൊരു പേരാണ് ഓഖാ ബേത്ത് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ് ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക്. അത് T15 എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു, ഓഖാ ബേത്ത് ദ്വാരക സിഗ്നേച്ചർ ബ്രിഡ്ജ്. ഓക്കെ ആണല്ലോ. ഇനി രാജ്യത്തെ 3 ക്രിമിനൽ ചട്ടങ്ങൾക്ക് പകരമായി ഉള്ള ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന ദിവസം എന്നാണ് 2024 ജൂലൈ 1. അതായത് രാജ്യത്ത് നിലവിലുള്ള IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇതിന് പകരമായിട്ട് BNS, BNSS, BS ഇങ്ങനെ 3 ക്രിമിനൽ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ട് നിലവിൽ വന്ന എന്നാണ് 2024 ജൂലൈ 1. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച 17ാം ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് ഷഫീഖർ റഹ്മാൻ ബർ എന്ന് പറയുന്നത്. ഷഫീഖർ റഹ്മാൻ ബർ എന്ന് പറയുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചത്. 17ാം ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. ലോകത്തിലെ ആദ്യ വേദഘടികാരം എവിടെയാണ്? UPയിലെ ഉജ്ജയിനിയിലാണ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം എന്ന് പറയുന്നത് UPയിലെ ഉജ്ജയിനിയിലാണ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം. ഇനി ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ആര്? ഒലെഗ് കൊനനെങ്കോ. ഇത് PYQ ആണ്, കൃത്യമായിട്ട് പഠിക്കുക. ഇനിയും ചോദിക്കാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കൊനനെങ്കോ. ഇനി 2024 ജനുവരി 1 മുതൽ കടലാസ് രഹിത വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമായിട്ട് മാറിയത് ഫ്രാൻസ് ആണ്. 2024 ജനുവരി 1 കടലാസ് രഹിത വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമായിട്ട് മാറിയത് ഫ്രാൻസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ സുസ്ഥിര മൊബൈൽ ഫ്ലാറ്റിംഗ് ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് ദുബായിലാണ്. ലോകത്തിലെ ആദ്യ സുസ്ഥിര മൊബൈൽ ഫ്ലാറ്റിംഗ് ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ദുബായ് ആണ്. ദുബായ്. 2024 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ്? നവാഫ് സലാം ആണ് കേട്ടോ. ലെബനൻകാരനാണ്. ലെബനൻ എന്ന് പറയുന്ന രാജ്യക്കാരനാണ്. സോ UN-ന്റെ ഘടകമായിട്ടുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നവാഫ് സലാം. UAE-യിലെ ആദ്യ ഹിന്ദു ക്ഷേത്രത്തിന്റെ പേരെന്താണ്? ബാബ്സ് ഹിന്ദു ക്ഷേത്രമാണ്.
2024 ഫെബ്രുവരി 14 ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ യു എയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഏതാണ്? ബാബ്സ് ഹിന്ദു ക്ഷേത്രം, ഇനാഗ്രേറ്റഡ് ബൈ മോദി. ഫെബ്രുവരി 14 ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തിടെ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? USA ആണ്. അടുത്തിടെ ബ്യൂബോണിക് പ്ലാഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് USA. അടുത്തിടെ ബ്യൂബോണിക് പ്ലാഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് USA എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ കേരളം പഠിച്ചു, ഇന്ത്യ പഠിച്ചു, വേൾഡ് പഠിച്ചു. ഇനി സ്പോർട്സ് കൂടി ഈ വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. ബാക്കി ഹോസ്റ്റ്, അപ്പോയിന്റ്മെന്റ്സ്, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി അതൊക്കെ നമ്മൾ അടുത്ത പാർട്ടിലാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് എന്താണ്? ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ ആരാണ്? പാത്തും നിസംഗയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ശ്രീലങ്കൻ ബാറ്റർ ആണ് ആര്? പാത്തും നിസംഗ. നെക്സ്റ്റ് 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? ഖത്തറാണ്. 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഖത്തറാണ്. ഫൈനലിൽ ഖത്തർ തന്നെയായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. ഫൈനലിൽ ജോർദാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2024 ഏഷ്യൻ കപ്പ് ഖത്തർ നേടിയത്. പ്രീവിയസ് ചാമ്പ്യൻസും തന്നെയാണ് ഖത്തർ തന്നെയാണ്. മഞ്ഞ, ചുവപ്പ് എന്നീ കാർഡുകൾക്ക് പുറമെ ഫുട്ബോളിൽ ഉൾപ്പെടുന്ന പുതിയ കാർഡാണ് നീല കാർഡ്. അത് പ്രപ്പോസൽ വന്നിട്ടേ ഉള്ളൂ, ഒഫീഷ്യലായി തീരുമാനിച്ചിട്ടൊന്നുമില്ല. മഞ്ഞ, ചുവപ്പ് എന്നീ കാർഡുകൾക്ക് പുറമെ ഫുട്ബോളിൽ ഉൾപ്പെടുന്ന പുതിയ കാർഡാണ് നീല കാർഡ്. ഇനി 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസമാരാണ്? മാലിക് മിർ സുൽത്താൻ ഖാനാണ്. ഓക്കെ, 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസമാണ് മാലിക് മിർ സുൽത്താൻ ഖാൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ഒരു വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ താരമാണ് അഭിനവ് ബിന്ദ്ര. സോ 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര. ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ, 42ാം റാങ്ക് കേട്ടോ. ഫിഡെ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് SL നാരായണൻ, 42ാം റാങ്ക്. ഇനി അണ്ടർ 19 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ കീഴടക്കി കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. അണ്ടർ 19 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ കീഴടക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ബനൂനിയിൽ വെച്ചിട്ടാണ് അണ്ടർ 19 ഏകദിന ലോകകപ്പ് നടന്നിട്ടുള്ളത്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫൈനലിൽ നൈജീരിയയെ തോൽപ്പിച്ച് കിരീടം നേടിയ സ്വന്തമാക്കിയ ടീം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. അപ്പോൾ ഏഷ്യൻ കപ്പാണെങ്കിൽ അവിടെ നമ്മുടെ ഖത്തറാണ്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് അത് കിരീടം നേടിയത് തന്നെയാണ് ഐവറി കോസ്റ്റ് ആണ്. നൈജീരിയക്കെതിരെയാണ് ഈ കിരീടം. സോ അതിന് വേദിയായത് പറഞ്ഞായിരുന്നു ഐവറി കോസ്റ്റ് ആണ്. അപ്പോൾ ഖത്തർ വേൾഡ് കപ്പിൽ ചാമ്പ്യൻസും ഹോസ്റ്റും സെയിമാണ്. ഖത്തർ വേൾഡ് കപ്പ് അല്ല, 2024 ഖത്തർ ഏഷ്യൻ കപ്പിലെയും 2024 ആഫ്രിക്കൻ നേഷൻസ് കപ്പിലെയും എന്താണ് വിന്നേഴ്സും അതുപോലെ തന്നെ ഹോസ്റ്റ് ചെയ്ത രാജ്യം എന്താണ്? ഒന്ന് തന്നെയാണ് ഐവറി കോസ്റ്റ്. ഇനി രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ 3ാം ടെസ്റ്റിൽ നേടിയ വിക്കറ്റോടെ അനിൽ കുംബ്ലയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തേക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളർ ആരാണ്? R. അശ്വിനാണ്. രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ 3ാം ടെസ്റ്റിൽ വിക്കറ്റോടെ അനിൽ കുംബ്ലയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളർ ആരാണ്? R. അശ്വിനാണ്. R. അശ്വിൻ. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ രാജ്യമാണ് എസ്തോണിയ. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ രാജ്യമാണ് എസ്തോണിയ. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്താരാഷ്ട്ര 2020 അതിവേഗ സെഞ്ചുറി നേട്ടക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നമീബിയൻ താരമാണ് ആരാണ്? ജാൻ നിക്കോൾ ലെഫ്റ്റി ഈറ്റൻ. ഇത് ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല, ചിലപ്പോൾ ആ രാജ്യം ചോദിക്കാം. അന്താരാഷ്ട്ര 2020 അതിവേഗ സെഞ്ചുറി നേട്ടക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? അതാരാണ്? നമ്മുടെ നമീബിയ ആണ്. ഓക്കെ, നമീബിയൻ താരമായിട്ടുള്ള ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൻ ആണ്. 2023-24 വർഷത്തെ യുവേഫ വനിതാ നാഷണൽസ് ലീഗ് കപ്പ് കിരീടം നേടിയത് ആരാണ്? സ്പെയിനാണ്. അത് ചോദിച്ചിട്ടുണ്ട്. 2023-24 വർഷത്തെ യുവേഫ വനിതാ നാഷൻസ് ലീഗ് കപ്പ് ഫുട്ബോളിൽ ആ ഒരു കിരീടം നേടിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. ഓക്കെ, സോ നമ്മൾ 2024 ഫെബ്രുവരി മാസത്തിലെ കേരളം, ഇന്ത്യ, സ്പോർട്സ്, വേൾഡ് തുടങ്ങിയ മേഖലയിലെ പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കണ്ടന്റ് പറയാനുള്ളതാണ് ഇത്രയും ലെങ്ത് ആയിട്ട് പോയത്. സോ ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ഹോസ്റ്റ്, അപ്പോയിൻമെൻറ്റ്സ്, സ്കീംസ്, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ നോക്കും. സോ കറക്റ്റായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് വരിക. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന ഏത് എക്സാമിനും.
സോ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.